ബി.ജെ.പിയിലെത്തിയതോടെ മുൻ മുഖ്യമന്ത്രി കെ കരുണാകരന്റെ മകൾ പത്മജയ്ക്ക് രാശി തെളിഞ്ഞിരിക്കുകയാണ്. ഇപ്പോൾ കിട്ടിയ വിവരങ്ങൾ അനുസരിച്ച് പത്മജ വേണുഗോപാലിനെ ഛത്തീസ്ഗഡ് ഗവർണർ സ്ഥാനത്തേക്ക് പരിഗണിച്ചേക്കുമെന്ന വിവരങ്ങൾ പുറത്തുവരികയാണ്. തിരഞ്ഞെടുപ്പിന്റെ ഫലം വന്നാലുടൻ ഇതിന് തീരുമാനമുണ്ടാകുമെന്നാണ് ബി.ജെ.പി നേതൃത്വം അനൌദ്യോഗികമായി പറയുന്നത്. തിരഞ്ഞെടുപ്പിന് മുൻപ് കോൺഗ്രസ് വിട്ട് ബി.ജെ.പി പ്രവേശനം നടത്തിയ പത്മജ വേണുഗോപാലിന് ഇതോടെ ബി.ജെ.പിയിൽ നേതൃസ്ഥാനവും ഭാഗ്യവുമൊക്കെ തെളിഞ്ഞെന്ന് വേണം പറയാൻ. അതേസമയം ഈ വിഷയത്തിൽ പത്മജ പറയുന്നത് ഇങ്ങനെയാണ്: ഇക്കാര്യങ്ങൾ പല തലങ്ങളിൽ നിന്നും താൻ കേട്ടിരിക്കുന്നു, എന്നാൽ തനിക്കിതിൽ ഉറപ്പൊന്നും ലഭിച്ചിട്ടില്ല എന്ന് പത്മജ വ്യക്തമാക്കുകയാണ്. പിന്നെ മറ്റൊരു കാര്യം പറയുന്നത്, നല്ല കാര്യങ്ങൾ ബി.ജെ.പി എനിക്ക് വേണ്ടി ചെയ്യുമെന്ന് ഉറപ്പുണ്ട്. പഴയ പാർട്ടിയിൽ നിന്നുണ്ടായ ചവിട്ടും കുത്തുമൊന്നും ബി.ജെ.പിയിൽ ഉണ്ടാകില്ല എന്നും പത്മജ തന്നെ കൂട്ടിച്ചേർത്തു. നിലവിൽ ബിശ്വഭൂഷൺ ഹരിചന്ദനാണ് ഛത്തീസ്ഗഡ് ഗവർണർ. അദ്ദേഹം ആരോഗ്യപരമായ ചില കാരണങ്ങളാൽ പദവി ഒഴിയാനിരിക്കുന്നു എന്ന വിവരങ്ങൾ പുറത്തു വരുന്നു. അതുകൊണ്ട് തന്നെ നിലവിൽ പത്മജയായിരിക്കാം അടുത്ത സ്ഥാനത്തേക്ക് പരിഗണിച്ചേക്കുമെന്ന വിവരങ്ങളും ബി.ജെ.പി തന്നെ അനൌദ്യോഗികമായി പറയുകയാണ്. ലോക്സഭാ തെരഞ്ഞെടുപ്പുകളിൽ ഒരു സീറ്റ് അല്ലെങ്കിൽ നല്ലൊരു പദവി എന്നതായിരുന്നു പത്മജയ്ക്ക് ബി.ജെ.പി നൽകിയ വാഗ്ദാനം. അത് തന്നെ ഇനി നിറവേറ്റുമെന്ന തരത്തിലേക്ക് തന്നെയാണ് ഇപ്പോൾ ബി.ജെ.പിയിൽ കാര്യങ്ങൾ നീങ്ങുന്നത്. അതേസമയം ഇക്കഴിഞ്ഞ നാളിൽ പത്മജ ഒരു പ്രസ്താവന നടത്തിയിരുന്നത് കോൺഗ്രസ് നേതാക്കൾക്കെതിരെ രൂക്ഷ വിമർശനം തന്നെ പത്മജ നടത്തിയിരുന്നു. പത്മജ പറഞ്ഞത് ഇങ്ങനെയാണ്: കൂടെ നടന്ന് ചതിക്കുന്നവരാണ് തൃശൂരിലെ കോൺഗ്രസ് നേതാക്കളായ ടി.എൻ. പ്രതാപൻ, എം.പി. വിൻസെന്റ് തുടങ്ങിയവർ എന്നായിരുന്നു പത്മജയുടെ വാക്കുകൾ. ലോക്സഭാ തെരഞ്ഞെടുപ്പ് പ്രവർത്തനങ്ങളിൽ വീഴ്ചയുണ്ടായെന്ന തൃശൂരിലെ യു.ഡി.എഫ് സ്ഥാനാർത്ഥിയായ കെ മുരളീധരന്റെ വിമർശനത്തിന് പിന്നാലെയാണ് ജില്ലയിലെ കോൺഗ്രസ് നേതാക്കൾക്കെതിരെ പത്മജ തന്നെ രംഗത്തെത്തുന്നത്. തൃശൂരിലെ കോൺഗ്രസ് നേതാക്കൾ കൂടെ നടന്ന് ചതിക്കുന്നവരെന്നാണ് പത്മജ തന്റെ ഫേസ്ബുക്കിൽ കുറിച്ചത്. ടി.എൻ. പ്രതാപൻ, എം.പി. വിൻസെന്റ് എന്നിവരുടെ പേര് എടുത്തു പറഞ്ഞു തന്നെയാണ് വിമർശനം. ഇങ്ങനെയാണ്: ഞാൻ പറഞ്ഞത് എങ്ങനെയിരിക്കുന്നു? കൂടെ നടന്ന് ചതിക്കുന്നവരാണ് തൃശൂരിലെ കോൺഗ്രസ് നേതാക്കളെ ടി.എൻ. പ്രതാപൻ, എം.പി. വിൻസെന്റ് തുടങ്ങിയവർ. കാരണം ഇവർ സയാമീസ് ഇരട്ടകളാണ്. ഇത്തരം ചതിയന്മാർക്കെതിരെ പാർട്ടിയിൽ പരാതി കൊടുത്താലോ? ആ പരാതി എന്തെന്ന് പോലും വായിക്കാതെ ചവറ്റുകൊട്ടയിലെറിയും. രമേശ് ചെന്നിത്തലയുടെ നോമിനിയായി ഡൽഹിയിൽ പോയ രമേശ് ചെന്നിത്തലയെ ചതിച്ച് കേരള മുഖ്യമന്ത്രിയാകാൻ കരുക്കൾ നീക്കുന്ന കേരളത്തിൽ നിന്നുള്ള അഖിലേന്ത്യാ കോൺഗ്രസ് ഗ്രൂപ്പ് നേതാവിൻ്റെ, അതായത് എൻ്റെ അച്ഛൻ ഏറ്റവും കൂടുതൽ സ്നേഹിച്ചതും എൻ്റെ അച്ഛൻ ഏറ്റവും കൂടുതൽ ദ്രോഹിച്ചതുമായ ആൾ പിൻബലത്തിൽ ഇത്തരം ചതിയന്മാർക്ക് കൂടുതൽ സ്ഥാനങ്ങളും പാർട്ടിയിൽ ലഭിക്കും. അതാണ് കോൺഗ്രസ് എന്നായിരുന്നു പത്മജ ഫേസ്ബുക്കിൽ പറഞ്ഞത്. അതായത് KPCC യോഗത്തിലാണ് കെ മുരളീധരൻ തൃശൂരിലെ കോൺഗ്രസ് നേതാക്കളെതിരെ ആഞ്ഞടിച്ചത്. ലോക്സഭാ തെരഞ്ഞെടുപ്പ് പ്രവർത്തനങ്ങളിൽ തൃശൂരിൽ വീഴ്ചയുണ്ടായെന്നാണ് വിമർശനം. തൃശൂരിലെ മുതിർന്ന നേതാക്കളായ മുൻ MP ടി.എൻ. പ്രതാപനെയും DCC അധ്യക്ഷൻ ജോസ് വെള്ളൂരിനെയും മുരളീധരൻ പേരെടുത്ത് പറഞ്ഞാണ് യോഗത്തിൽ വിമർശിച്ചത്. ഇരുവരുടെയും സാന്നിധ്യത്തിലായിരുന്നു ഈ വിമർശനവും. തെരഞ്ഞെടുപ്പ് ചിലവ് ഇരട്ടിയായെന്നും ചില നേതാക്കൾക്ക് പണത്തോട് മാത്രം ആർത്തിയാണെന്നും തൃശൂരിലെ സ്ഥാനാർത്ഥിയായ മുരളീധരൻ കുറ്റപ്പെടുത്തിയിരുന്നു. ടി.എൻ. പ്രതാപനടക്കം തൃശൂരിൽ മുരളീധരന്റെ പ്രചാരണത്തെ മുന്നിൽ നിന്ന് നയിക്കുന്നതാണ് കണ്ടതെങ്കിലും അങ്ങനെ അല്ലെന്നാണ് മുരളീധരൻ തന്റെ വിമർശനത്തിൽ വ്യക്തമാക്കിയത്. നേരത്തെ കോൺഗ്രസ് വിട്ട സഹോദരി പത്മജ വേണുഗോപാൽ ഉയർത്തിയ വിമർശനമാണ് തിരഞ്ഞെടുപ്പ് കഴിഞ്ഞതിന് പിന്നാലെ മുരളീധരനും ചൂണ്ടിക്കാണിക്കുന്നതെന്ന് ഏറ്റവും ശ്രദ്ധേയമായ ഒരു കാര്യം തന്നെയാണ്. സംഘടനാ ചുമതലയുള്ള ജനറൽ സെക്രട്ടറി കെ.സി. വേണുഗോപാൽ, കേരളത്തിന്റെ ചുമതലയുള്ള ദീപാദാസ് മുൻഷി, KPCC രാഷ്ട്രീയകാര്യ സമിതി അംഗങ്ങൾ അടക്കം പങ്കെടുത്ത യോഗത്തിലാണ് കെ മുരളീധരൻ തന്റെ കോൺഗ്രസിലെ നേതാക്കൾക്കെതിരെ തന്നെ രൂക്ഷ വിമർശനം ഉന്നയിച്ചത്. ന്യൂസ് ഡെസ്ക് കർമ്മ ന്യൂസ്.